അലക്ക് കമ്പനി ടാസ്കിൽ രണ്ടാമത് തുണി എടുക്കാൻ വേണ്ടി ബസറടിക്കുകയും അപ്പോൾ ഓടി വരുന്ന സമയത്താണ് ശ്രീരേഖ വീഴുന്നത്. ശ്രീരേഖ വീണിട്ട് ശ്രീരേഖയ്ക്ക് എണീക്കാൻ പറ്റുന്നില്ല. ശ്രീരേഖയ്ക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. ശ്രീരേഖ ഭയങ്കര കരച്ചിലാണ്. കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ശ്രീരേഖനെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അർജുനും ഗബ്രിയും റസ്മിനുമാണ് അപ്പൊ ശ്രീരേഖനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത്. മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചു വന്ന ശ്രീരേഖ ഇപ്പൊ മസിൽ പെയിൻ ആണുള്ളത്. കുറച്ച് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രീരേഖ പിന്നെ ഗെയിം കളിക്കുന്നില്ല, റെസ്റ്റ് എടുക്കുകയാണ്. അർജുനും ഗബ്രിയും റസ്മിനും മാത്രമാണ് ശ്രീരേഖയുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. ബാക്കി എല്ലാവരും തന്നെ തുണി എടുക്കാനുള്ള തിരക്കിലൊക്കെ തന്നെയായിരുന്നു. ക്യാപ്റ്റനായിട്ട് വലിയ കാര്യമൊക്കെ പറഞ്ഞ ജാൻമണി ഒന്നും തിരിഞ്ഞോലും നോക്കിയിട്ടില്ല എന്ന് വേണം പറയാൻ. ജിൻഡോ അവിടെ ഒച്ചയെടുത്ത് ആകെ തകർപ്പനായിട്ടുള്ള അലക്കലൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജിൻഡോയുടെ ഒച്ച ഉണ്ടാക്കലും അലറലും അലക്കലൊക്കെ കണ്ട് വീട്ടുകാർ എന്നെ മടുത്തിരിക്കുകയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് അവർ കടിച്ചു പിടിച്ചൊക്കെയാണ് നിൽക്കുന്നത്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയും കണ്ടന്റിനൊക്കെ വേണ്ടി ജിൻഡോ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതാണ്. ജിൻഡോയുടെ കുറെ കാട്ടിക്കൂട്ടലൊക്കെ പ്രേക്ഷകർക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവിടെയുള്ളവർക്ക് വട്ട് പിടിക്കുന്നുണ്ട്. ഇന്നാണെങ്കിലും ജിൻഡോ തെറ്റിയത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ വിളിച്ചിട്ട് പിന്നെ ജിൻഡോ പറയണത് അവരെയും കൂടെ വാൺ ചെയ്യണമെന്നാണ്. അങ്ങനെയൊക്കെയാണ് ജിൻഡോയുടെ കാര്യങ്ങൾ. ബിഗ് ബോസിന് തന്നെ അറിയില്ല ജിൻഡോയുടെ എന്താണ് പറയേണ്ടതെന്ന് പോലും.